പാകിസ്ഥാന്റെ മുഖ്യ സൈന്യാധിപൻ അസീം മുനീർ ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 തവണയാണ് അദ്ദേഹം തുടർച്ചയായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് നിർബന്ധപ്രകാരം ഗാസയിലേക്ക് അയക്കുന്ന അന്താരാഷ്ട്ര സൈന്യത്തിൽ തീർച്ചയായും പാകിസ്ഥാന്റെ സൈന്യം ഉണ്ടാകണം എന്ന് ട്രംപ് വാശി പിടിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പാകിസ്ഥാന്റെ സൈന്യം എങ്ങാനും ഗസയിലേക്ക് പോയാൽ അത് പാകിസ്ഥാനകത്ത് ഇസ്ലാമിക മൗലികവാദികൾ, തീവ്രവാദികൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള മുസ്ലിം മൗലികവാദികൾ ഒക്കെ മുനീറിനെതിരായി തിരിയുകയും ചെയ്യും. ചെകുത്താൻ ട്രംപ് ആണെങ്കിൽ കടല് പാകിസ്ഥാനാണ്. ഈ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അസീം മുനീർ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ പാകിസ്ഥാൻ മറികടക്കുമെന്നാണ്, എങ്ങനെ അത് ട്രംപ് മാനേജ് ചെയ്യുവാൻ, രണ്ടിനെയും മുനീറിന് ഉപേക്ഷിക്കാൻ വയ്യ. കാരണം ട്രംപ് ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ല എന്ന മട്ടിലാണ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ ഗതികേട്. എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇന്ന് രാമേന്ദ്രൻ സാർ തുടങ്ങി വെക്കും. മാഷ് പറഞ്ഞത് മുനീർ ഫെയിൽഡ് മാർഷൽ മുനീർ, അദ്ദേഹം ചെകുത്താനും കടലിനും ഇടയിലാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചെകുത്താനും പിശാചിനും ഇടയിലാണ് എനിക്ക് പറയാം. അതായത് ഈ 3ാമത്തെ യാത്ര അങ്ങോട്ട് മുമ്പ് എൻ്റെ കയ്യിൽ ഈ റയർ എർത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു പെട്ടി ട്രംപ് എന്നെ കാണിച്ചാണ്. സാധാരണഗതിയിൽ നടക്കാത്തതുപോലെ ഭക്ഷണത്തിന് മുനീറിനെ നേരിട്ട് അവർ തമ്മിൽ തീൻമേശയിൽ ഇരിക്കുകയൊക്കെ ചെയ്തു ട്രംപുമായിട്ട്. അപ്പോൾ ഈ 20 ദിന പദ്ധതി ആണ് ഗാസയ്ക്ക് വേണ്ടി ട്രംപ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മുമ്പ് ഇന്ദിരാഗാന്ധിയാണ് ഈ 20 ദിന പദ്ധതി ഇവിടെ മുന്നിൽ വെച്ചിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ട്രംപ് മുസ്ലിം രാജ്യങ്ങളുടെ പെടലിക്ക് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇടക്കാല സേന ഗാസയിൽ. ഹമാസിനെ തുടച്ചു നീക്കുന്നത് വരെ, അതായത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഇടക്കാല സേനയുടെ ചുമതലയാണ്. അപ്പൊ ഹമാസിനെ തുടച്ചു നീക്കാനാണ് പാകിസ്ഥാൻ സേന അങ്ങോട്ട് പോകുന്നത്. ഈ പാകിസ്ഥാൻ സേനയെ നിങ്ങൾ അയക്കണം എന്നുള്ള സമ്മർദ്ദം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ മുനീറിന്റെ മുകളിലുണ്ട്. അതുകൊണ്ടാണ് 6 മാസത്തിന്റെ ഇടയ്ക്ക് 3ാമത്തെ തവണയും മുനീർ വാഷിങ്ടണിലേക്ക് പോകുന്നത്. അത് അന്തിമ ചർച്ചയാണ്. അത് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സേന ഈ ഹമാസിനെ തുടച്ചു നീക്കാനായിട്ട് ഗാസയിലേക്ക് പുറപ്പെടും. അങ്ങനെ ഹമാസിനെ തുടച്ചു നീക്കുമ്പോൾ അത് ആഭ്യന്തര സംഘർഷം വിതയ്ക്കും. ഒന്നാമത് ഇപ്പൊ തന്നെ ഇമ്രാന്റെ പാർട്ടി അവിടെ തെരുവുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതല്ലാത്ത ഈ ലബൈക്ക് എന്നൊക്കെ പറഞ്ഞ സംഘടനകൾ ഉണ്ടല്ലോ, അവിടെ തീവ്രവാദ സംഘടനകൾ, വലിയ ശക്തിയുള്ള സംഘടനകൾ ഇപ്പൊ തന്നെ പഞ്ചാബിൽ നിന്ന് കറാച്ചിയിലേക്ക് യാത്ര പുറപ്പെട്ടിരുന്നു. അവരിടയ്ക്ക് വെച്ചിട്ട് വെടിവയ്പും മറ്റേ ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ അത്തരം ശക്തിയുള്ള തീവ്രവാദ സംഘടനകൾ അവിടെ ഉണ്ട്. അപ്പോ അവർക്ക് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇതൊരു മതപരമായ പ്രശ്നമായിട്ട് ഉയർന്നു വരും. രാഷ്ട്രീയ പ്രശ്നത്തെക്കാൾ ഉപരി ഹമാസിനെതിരെ പാകിസ്ഥാൻ സേന എന്നുള്ളത് ഒരു വല്ലാത്ത പ്രശ്നമായി അവിടെ ഉയർന്നു വന്നിട്ട്, അങ്ങേര് ചിരഞ്ജീവിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ മദ്രസ പൊട്ടനായ ഈ മുനീർ. അപ്പോ അങ്ങേര് 5 കൊല്ലത്തേക്ക് തന്റെ കാലാവധി നീട്ടിയെടുത്തു. അതിനും പുറമെ അദ്ദേഹം മറ്റേ ഇമ്മ്യൂണിറ്റി നേടിയെടുത്തു. അദ്ദേഹത്തിനെതിരെ ഒരിക്കലും കോടതിയിൽ കേസ് ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം നിയമത്തിൽ എഴുതി ചേർത്തു. അപ്പോ പല രാജ്യങ്ങളും മടിച്ച സ്ഥലത്താണ് ഇല്ലേ? അതെ, മറ്റേ മാലാകമാർ മടിച്ചെടുത്തേക്കാണ് പിശാച് കടന്നു പറയുന്നില്ലേ? അങ്ങനെ പല ഇസ്ലാമിക രാജ്യങ്ങളും മടിച്ച ദൗത്യം ആണ് പാകിസ്ഥാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാനുള്ള ദൗത്യം. അങ്ങനെ സേന പുറപ്പെടാൻ പോകുന്നു. സേനയ്ക്ക് മുമ്പേ മറ്റേ പൈലറ്റ് വാഹനമായിട്ട് മുനീർ വാഷിങ്ടണിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജൂണിലാണ് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത്, ട്രംപും മുനീറും. അത് കഴിഞ്ഞ് അമേരിക്ക വൻതോതിൽ നിക്ഷേപം
നടത്താം എന്നുള്ള വാഗ്ദാനം കൊടുത്തു. അവിടെ ബലൂചിസ്ഥാനിലാണ് നിക്ഷേപം തുടങ്ങിയാൽ തന്നെ വെടികൊള്ളുന്ന സ്ഥലമാണ് അത്. ഇപ്പൊ റെയ്ക് ഡിക്കോ എന്ന് പറയുന്ന ഖനി, കോപ്പർ ഗോൾഡ് ഖനിയിൽ അമേരിക്ക നിക്ഷേപിച്ചു കഴിഞ്ഞു. കാരണം പൈസ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെയും പല കാര്യങ്ങൾക്കും പൈസ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോ ഇഷാഖ് ദർ അവിടുത്തെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഗാസയിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ അത് സമാധാനത്തിന് വേണ്ടിയാണ് പോകുന്നത്, ഹമാസിന്റെ പടച്ചട്ട അഴിക്കുന്നത് ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പടച്ചട്ട അഴിക്ക് എന്നാണ് ട്രംപ് പറയുന്നത്, മുനീറിനോട് പറഞ്ഞിരിക്കുന്നത്. 2030 വരെ മുനീർ ഉണ്ടാകും എന്ന് നീട്ടിയെടുത്തത്. അതുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ മുനീർ ഇന്തോനേഷ്യ, മലേഷ്യ, സൗദി അറേബ്യ, തുർക്കി, ജോർദൻ, ഈജിപ്ത്, അസർബൈജാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി നിരന്തരം ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു. ഈ മുസ്ലിം രാജ്യങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെട്ടത് തന്നെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഇടക്കാല സേനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അതിന്റെ ഉള്ളടക്കം എങ്ങനെയൊക്കെ, ആരൊക്കെ, എത്രയൊക്കെ, 20,000 പേരോ മറ്റോ പാകിസ്ഥാൻ അയക്കുന്നല്ലേ പറയുന്നത്. കാരണം പാകിസ്ഥാൻ ഏക ആണവ ഇസ്ലാമിക രാജ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആണ് എവിടെ നിന്ന് അടികിട്ടിയാലും നേരിടാൻ തക്ക ശക്തിയുള്ള സേന പാകിസ്ഥാനാണെന്നാണ് ബാക്കി ഇസ്ലാമിക രാജ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളെ അയക്കേ, നിങ്ങളാണ് മുന്നിൽ നിൽക്കേണ്ടത്, നിങ്ങളായിരിക്കണം കമാൻഡർ എന്നാണ് മറ്റ് രാജ്യങ്ങൾ പറയുന്നത്. അപ്പൊ അമേരിക്കയുടെ ഇസ്രയേലിന്റെ എതിരാളികൾ ഒക്കെ പാകിസ്ഥാന്റെ തലയ്ക്ക് ആണ് ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ കൊല്ലം ഇമ്രാനിലെ കൂടുതൽ സീറ്റ് കിട്ടിയിരുന്നു. ഇതൊക്കെ മാറ്റിയിട്ട് അല്ലേ ഈ ഷഹബാസ് ഷെറീഫ് അധികാരത്തിൽ വന്നിരിക്കുന്ന. ഇമ്രാൻ ഇപ്പൊ വേറൊരു നീക്കം നടത്തുന്നുണ്ട്. അയാളുടെ കുടുംബം മുഴുവൻ ഇളകിയിട്ടുണ്ട്, സഹോദരിമാരെ ഇളകിയിട്ടുണ്ട്. മകൻ രാജ്യാന്തര തലത്തിൽ സംരക്ഷണം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പാകിസ്ഥാനിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടപെടാതിരിക്കുന്നത് ട്രംപ് കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പോക്ക് പോയാൽ ഇസ്രയേൽ പാകിസ്ഥാനെതിരെ ഇടപെടാനുള്ള സാധ്യതയും കൂടും. അതും കൂടി കരുതിയിരിക്കണം. സാർ, എന്തായാലും ഇപ്പൊ ഈ ഇസ്രയേലിന്റെ ആവശ്യപ്രകാരം ഒരു സമാധാന സേന ഗസയിലേക്ക് വരുന്നു. ഈ ഗസയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഹമാസാണ്. അങ്ങനെയാണെങ്കിൽ ഹമാസും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് വന്നാൽ അത് ആഭ്യന്തരമായിട്ട് പാകിസ്ഥാനിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഹമാസിന്റെ നേതാക്കൾ POKയിലേക്ക് വരികയും അവിടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന്റെ തന്ത്രം പോലും അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി പോലെ ആണെന്നൊക്കെയാണ് വിലയിരുത്തപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഹമാസിനെ നേരിടാൻ പാകിസ്ഥാൻ ആർമി അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളത് ട്രംപിന്റെ ഒരു തന്ത്രമാണോ പാകിസ്ഥാനിൽ പണി കൊടുക്കാൻ വേണ്ടി? പാകിസ്ഥാനിട്ടൊരു പണി കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, പാകിസ്ഥാനെ ഇന്ത്യയുടെ അയലത്ത് ഒരു ഉപഗ്രഹ രാജ്യമായിട്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ചൈന ആണ് ശത്രു എന്നുള്ളത് അവരുടെ നാഷണൽ സ്ട്രാറ്റജി റിപ്പോർട്ട് ഇപ്പൊ വന്നല്ലോ. ഒരു പ്രസിഡന്റ് വരുമ്പോ അയാളുടെ ഒരു ഊഴത്തിൽ വെക്കുന്ന ഏക സ്ട്രാറ്റജി റിപ്പോർട്ടാണ്. അതില് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ യുഗം ഇപ്പോ അവസാനിച്ചു വരുന്നു, നമ്മളുടെ ശത്രു ചൈനയാണ്, നമ്മൾ ചൈനയെ നേരിടണം. അപ്പോ എന്തു വേണം? ചൈനയുടെ അയലത്ത് ഉള്ള രാജ്യങ്ങളെയൊക്കെ ഉപഗ്രഹ രാജ്യങ്ങളായിട്ട് മാറ്റണം. അതിൽ തന്നെ ആ സ്ട്രാറ്റജിയിൽ പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കെതിരെ ഒരു ഇൻഡോ പസഫിക് നാറ്റോ എന്ന് നേരത്തെ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ, അത് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ രാജ്യങ്ങളും എല്ലാം ചേർന്നിട്ടെ വേറൊരു കോർ രാജ്യം C6 അതെ സഖ്യ ട്രംപിന്റെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ വിടുപണിയൊക്കെ ചെയ്യിക്കുന്ന പലതരം വിടുപണികൾ ഇനി പാകിസ്ഥാന് ചെയ്യേണ്ടി വരും. കാരണം മുതലാളി വേറെയാണ്, അടിമയാണിപ്പോ പാകിസ്ഥാൻ. അപ്പൊ അടിമ ചെയ്യേണ്ട പണി മുഴുവൻ പാകിസ്ഥാൻ തോളത്ത് എടുക്കേണ്ടി വരും.
മറ്റേ യേശു ഗാഗുൽത്തയിലേക്ക് പോയില്ലേ ആ. ഒരു കുരിശുമായിട്ട്, ആ. ഒരു കുരിശ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് തന്ത്രപരം. കാരണം ഇസ്രയേൽ എപ്പോഴും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. നെതന്യാഹു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഇസ്രയേൽ പാകിസ്ഥാനെ വിശ്വസിക്കുമോ അവിടേക്ക് വരുമ്പോൾ? ഇസ്രായേൽ പാകിസ്ഥാനെ വിശ്വസിച്ചോണമെന്നില്ല. പക്ഷെ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു കാവ്യനീതി ഉണ്ട്, കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് പറയില്ലേ. ഇസ്രായേൽ ഇത്രയും കാലം 80 കൊല്ലമായി നേരിട്ട സുരക്ഷാ പ്രശ്നത്തിന്റെ, സുരക്ഷാ ഭീഷണിയുടെ, അസമാധാനത്തിന്റെ യഥാർത്ഥ കാരണക്കാരാരാണ്? ഈ അറബ് രാജ്യങ്ങളാണ്. ആ അറബ് രാജ്യങ്ങളോ ഈ എന്താ 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 വാളെടുത്തവൻ വാളാൽ എന്ന് പറയില്ലേ, ഈ അറബ് രാജ്യങ്ങളെ കൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു നയം ഇസ്രായേൽ സ്വീകരിക്കുന്നു. അത് അമേരിക്ക പിന്തുണച്ചാലും ഇല്ലെങ്കിൽ ജാതിയെ ജാതി കൊണ്ട് എടുക്കുക. കറക്റ്റാണ്, അത് വിജയം കാണും. ഒന്നാമത്തെ കാര്യം. സുന്നിയെ സുന്നി കൊണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോ ഇതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം, പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വമ്പിച്ച നാശത്തിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ നാശം സാറ് പറഞ്ഞില്ലേ, ഈ ചെകുത്താന്മാരുടെ ഒരു കളിക്കളമാണത്. ഒന്നാമത്തെ നാശം പാകിസ്ഥാൻ, ഈ അസീം മുനീർ വന്നല്ലോ, അസീം മുനീറിന് സകല ഇമ്മ്യൂണിറ്റിയും കൊടുത്തിട്ട് ആ രാജ്യത്തെ ഒരു നിയമത്തിനും ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത വിധം 5 കൊല്ലത്തേക്ക് സകല അധികാരങ്ങളും അയാളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുക. തലയിൽ കെട്ടിവെച്ചിരിക്കുക എന്ന് വെച്ചാൽ തല ചാർത്തി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? പാകിസ്ഥാൻ ജനാധിപത്യത്തെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു അസീം മുനീറും. അത് അമേരിക്കയുടെ ഒത്താശയോട് കൂടിയാണ്. ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ കൊന്ന ആദ്യത്തെ സാത്താനാണ്, ആദ്യത്തെ ചെറുത്താനാണ് അസീം മുനീർ എന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഭീകരവാദത്തിന്റെ ഒരു വലിയ വിളനിലമായിട്ട് മാറുകയാണ്, മുമ്പെങ്ങും ഇല്ലാത്ത വിധം. ഇപ്പൊ ഒടുവിൽ വന്ന ഒരു പേര് സാർ പറയാം, നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു പേരാണ്, പ്രേക്ഷകർ കേൾക്കേണ്ടതുമാണത്. ലബ്ബൈക്ക എന്നാണ് അതിന്റെ പേര്. ലബ്ബൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? അത് ഭയങ്കര ഭീകരമായ ഒരു ആശയമാണ്. ഈ ഹജ്ജിന് പോകുന്ന മുഴുവൻ തീർത്ഥാടകരും വിളിച്ചു പറയുന്ന മുദ്രാവാക്യമാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ വിളിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിളി. ഇപ്പൊ പാകിസ്ഥാനിൽ മുഴങ്ങുന്നത് പാകിസ്ഥാനികളിലെ ആയ ഈ തീവ്രവാദികൾ ലോകമെങ്ങും കാത്തിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ വിളിക്കല്ല, തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരുടെ വിളിക്കല്ല, അവിടുത്തെ ഭരണാധികാരികളുടെ വിളിക്കല്ല, മറിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ പടയായി ഇറങ്ങുകയാണ്. ദൈവമേ വിളിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്, കത്തിക്കാൻ, പൊട്ടിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് അതിന്റെ അർത്ഥം. അത്തരത്തിലുള്ള പുതിയ ഭീകരവാദം നമ്മൾ ഒരുപാട് എണ്ണത്തിനെ കണ്ടതാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് തന്നെ. ഇപ്പൊ പുതിയൊരു സാധനം, പുതിയതെന്ന് പറഞ്ഞൂടെ, പുതിയ പേരിൽ പഴയതിനേക്കാളും മാരകമായ ഒരു വിപത്ത് വരികയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെകുത്താന്റെ കളിക്കളമാക്കിയിട്ട് പാകിസ്ഥാനെ മാറ്റുന്നു. ഇനി അവിടുന്ന് ഒരു 20,000 പട്ടാളക്കാരെ അയച്ചു കൊടുത്തില്ലെങ്കിൽ തട്ടിക്കളയും എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുക. കാരണം അമേരിക്കയാണ് ഇവനെ ഈ സർവ്വസൈന്യാധിപനാക്കിയത്, ഏകാധിപതിയാക്കി വാഴ്ത്തിയത്. ഇനി അമേരിക്കയുടെ ഈ പാകിസ്ഥാന്റെ തന്നെ ചെലവിൽ അവിടെ അന്തിമമായി ഹമാസ് എന്ന കൊടിയ ഭീകരവാദികളെ അമർച്ച ചെയ്യാനുള്ള പണി അസീം മുനീർ ഏറ്റെടുത്താൽ, അസീം മുനീറിന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ ലബ്ബൈക്ക അസീം മുനീറിനോട് എങ്ങനെ പെരുമാറും എന്ന ഭീഷണി കൂടിയുണ്ട് അദ്ദേഹത്തിന്. പാകിസ്ഥാനിലെ എല്ലാ പട്ടാള മേധാവികളുടെയും പിൽക്കാല ചരിത്രം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പാകിസ്ഥാൻ കൊടിയ നരകവാഴ്ചയിലേക്ക് പോകുന്നു എന്ന് പറയണം. ഈ ഗസയിൽ ഇവർ പോയിട്ട് ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും പാകിസ്ഥാൻ ഗസയേക്കാൾ ഗതികെട്ടൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.